പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. സ്റ്റാൻഡപ്പ് കോമഡി ഷോ വൺസ് അപ്പോൺ എ ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. ഒത്തിരി നല്ല തമാശകൾ കേൾക്കൂ, ഒത്തിരി കൂടുതൽ സന്തോഷിക്കൂ. എന്തായാലും നമുക്ക് നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. വൺസ് അപ്പോൺ എ ടൈമിന്റെ ഫുൾ സപ്പോർട്ട്, ഫൺ സപ്പോർട്ട്. ഈ രണ്ടുപേരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് ഫസ്റ്റ് വെൽക്കം our most favorite രമേശ് പിഷാരടി. വെൽക്കം രമേശ് ഏട്ടാ. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് വിപിൻ ജോർജ്. വിപിൻ ചേട്ടാ സ്വാഗതം. ഇതിപ്പോ ഉത്സവകാലമാണ്, ഓണക്കാലമാണ്. ഓണക്കാലത്ത് മുൻപ് സംഭവിച്ച കുറച്ച് നല്ല ഓർമ്മകൾ ഒന്ന് ഷെയർ ചെയ്യാവോ? മുമ്പ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മുമ്പ് ബാങ്കിൽ നിന്ന് വിളിയില്ലായിരുന്നു. ഇപ്പൊ ബാങ്കിൽ നിന്ന് നല്ല വിളിയുണ്ട്. ഗഡുമുടങ്ങി എന്ന് പറഞ്ഞ് വിളിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. രമേശ് ചേട്ടന് ചില നേരത്ത് ചില ആളുകളോട് വളരെ ആദ്യം സ്നേഹമുള്ളവരോടാണ് രമേശ് ചേട്ടൻ എല്ലാവരും കൂടുതൽ കളിയാക്കുക. ഈ രമേശ് ചേട്ടൻ എന്നെ കളിയാക്കിയ ഒരു കഥ പറയാം. അതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അമർ അക്ബർ എന്ന മണിക്ക് മുമ്പ് ജയറാം ഷോ ചെയ്തു. അപ്പോൾ നാദൃഷ്ക ഡയറക്ഷൻ, രമേശ് ചേട്ടനുണ്ട്, ധർമ്മേട്ടനുണ്ട്, പ്രിയാമണി ഉണ്ട്, ഉണ്ണിയേട്ടനുണ്ട്. അങ്ങനെ വലിയ താരങ്ങളായിട്ട് ഞങ്ങൾ പോവുകയാണ്. അതിൽ ഈ പറഞ്ഞ വലിയ തിമിംഗിലെ സ്രാവുകളുടെ ഇടയ്ക്കിൽ പൂഞ്ഞാട്ടിയൊക്കെ ആയിട്ട് ഞാനും വിഷ്ണുവും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് ജയറാം ഷോയിൽ എനിക്ക് വിഷ്ണുവിന് പിന്നെ റോളുണ്ട്, എനിക്ക് റോളില്ല. എനിക്ക് ആകെയുള്ള വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുലി കളിക്കുമ്പോൾ വിഷ്ണു പുലിയുടെ വേഷത്തിൽ വരും, ഞാനൊരു സായിപ്പിൻ്റെ വേഷത്തിൽ തോക്കും പിടിച്ചിട്ട് വരണം. 3.5 മണിക്കൂർ ഷോ ഉണ്ട് ടോട്ടൽ. പക്ഷേ ഞാൻ 3.5 മണിക്കൂർ ഷോയ്ക്ക് ഒരു മണിക്കൂർ മുമ്പേ വന്ന് മേക്കപ്പ് ഇട്ടിട്ട് ഈ സായിപ്പിൻ്റെ ഒരു വിഗ് ഉണ്ട്, ഇതിങ്ങനെ വെച്ചിട്ടിരിക്കും. ഇദ്ദേഹം വന്നിട്ട് എന്നെ കണ്ടിട്ട് നാണമില്ലടാ എന്നും പറഞ്ഞൊരു പോക്ക് പോകും. എപ്പോഴും എല്ലാ സ്റ്റേജുകളിലും എന്നെ ഈ വിഗിൻ്റെ പേരിൽ കളിയാക്കും. ഉമ്മൻചാണ്ടിയുടെ മുടി സ്ട്രെയിറ്റ് ചെയ്താണ് ഒരെണ്ണം, പിന്നെ പറയും മറ്റേ തമിഴ്നാടിന്റെ വൈക്കോലാണ് ഒരെണ്ണം. പിന്നെ ഇങ്ങനെ ഓരോ തവണ അറിയാമോ, ഷോയിൽ ഒരു 8:30 ഇവന് 5 മണിക്ക് ഇത് ഒരുങ്ങിയിട്ടിരിക്കുന്നതിനകത്തൊരു ദുരുദ്ദേശമുണ്ട്. നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് പോയി വണ്ടിയിൽ നിന്ന് മറ്റേതിങ് എടുത്തോണ്ടോ, അയ്യോ മറ്റേ ബാഗ് അവിടെ പോയി, ഫ്രണ്ടിൽ പോയിട്ട് മറ്റേ ഓഡിയോ ചെക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞാല് കോസ്റ്റ്യൂം ഇട്ടുപോയി ചേട്ടാ പറഞ്ഞിട്ട് ഇവൻ 5 മണിക്ക് ഇവൻ ഇതും വെച്ചിട്ട് ഇരുന്ന പണിയെടുക്കാതിരിക്കാൻ വെക്കുന്ന കേട്ടോ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതെ, അപ്പൊ ഈ വിഗും വെച്ച് ഈ വിഗിനെ കളിയാക്കല, നിനക്ക് നല്ല പണിക്കാത്ത മുടിയുണ്ടല്ലോ, പണിയെടുത്ത് നിന്നൂടെ, എന്തിനാണ് ഈ വിഗും വെച്ചോണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയല. ലാസ്റ്റ് ഈ വിഗിന്റെ പേരിൽ കേൾക്കാത്ത ഒന്നുമില്ല. എനിക്ക് ആ ഷോ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് പോന്നാ മതിന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ദൈവം ഉണ്ട് കേട്ടാന്ന് പറഞ്ഞു. ആ ദൈവം ഉണ്ടോ, അല്ലെങ്കിൽ നിനക്ക് ഈ വിഗ് കിട്ടും പിന്നെ വെച്ചിട്ട് പോയി. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു, ജയറാം ഗംഭീരമായിട്ട് കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ പടമൊക്കെ ഇറങ്ങി. കുറേ നാൾക്ക് ശേഷം രമേശ് ചേട്ടൻ്റെ വിളിയാണ് ഒരു തവണ ഫോണിൽ, നീ എവിടെ ഉണ്ട്? അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇന്ന സ്ഥലത്തുണ്ട്. ദൈവം ഉണ്ടടാ. പുള്ളി ഇങ്ങോട്ട്. അപ്പം ഞാൻ ദൈവമുണ്ട്, ദൈവം ഉണ്ടടാ. ഞാൻ പറഞ്ഞു എന്താ കാര്യം? വേറെ ഒന്നുമല്ല, അന്ന് ഞാൻ വാടകയ്ക്ക് എടുത്തത് വിഗ്, അത് ഈ മറ്റേ വാഴക്കാലയിലൊരു ഷോപ്പിൽ നിന്നാണ്. ആ ഷോപ്പിൽ ആ വിഗ് തിരിച്ചു കൊണ്ടേ കൊടുത്തതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ആടുപുലിയാട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സായിപ്പിന്റെ വേഷം ഇങ്ങേരി ചെയ്തപ്പോ ആ വിഗ് തലയിൽ കറങ്ങി തിരിഞ്ഞ് പുള്ളിയുടെ തലയിൽ വന്നത്. സെയിം വിഗ് സത്യല്ലേ? എന്നിട്ട് ദൈവം ഉണ്ടടാന്ന് പറഞ്ഞ് ഇത് വെച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഇപ്പോഴും നോക്കിക്കോ, ആടുപുലിയാട്ടം കണ്ടോ ആ വിഗ്? ഞാൻ ആടുപുലിയാട്ടത്തിൽ മേക്കപ്പ് പറയുമ്പോ ഈ പുള്ളി ഇതിങ്ങനെ എടുത്തപ്പോഴും എനിക്ക് എവിടെയോ കണ്ടുപോകുന്ന വിഗാണല്ലോ ദൈവമേ. ഞാൻ ചോദിച്ചു ഇത് ആർക്കാ? തന്റെ തലയിൽ വെക്കാനുള്ള വിഗാന്ന് പറഞ്ഞ് അതെടുത്ത് എന്റെ തലയിലോട്ട്. ശരിക്കും ഏത് സീനാണ് അവിടെ നടന്നതെന്ന് അറിയാമോ? മണിച്ചിത്രത്താഴുള്ള സീനാണ് അവിടെ കറക്റ്റ് ആയിട്ട് നടന്നത്. എവിടെയോ അപ്പൊ വിഗ് തിരുമേനി മറന്നു. പണ്ട് അമേരിക്കയിൽ നമ്മുടെ തലയിൽ വിഗിന്റെ തലയിൽ. അയ്യോ ദൈവമുണ്ട് അല്ലേ കിട്ടും. ഈ ദൈവമുണ്ട് എന്ന് പറഞ്ഞല്ലോ, ചില സമയത്ത് ദൈവം കയറി വർക്ക് ചെയ്യും. അതായത് ഞാനും ധർമ്മജനും കൂടെ ഈ അടുത്ത കാലത്ത് ഒരു ചെറിയ ഡിസ്കഷനും എഴുത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു 3 ദിവസത്തേക്ക് ഒരു റൂം എടുത്തു. അപ്പോൾ റൂം റെന്റ് 25,000 രൂപയെ ഞങ്ങൾ തമ്മിൽ ഈക്വലി ഷെയർ ചെയ്യാൻ തീരുമാനിച്ച് പിരിയുകയും ചെയ്തു. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ധർമ്മ പറഞ്ഞു, ധർമ്മ അതിൻ്റെ ഷെയർ ഇടാ, അത് ഞാനേ ഇച്ചിരി എലക്ഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, കുറച്ച് ദിവസം കഴിഞ്ഞ് തരാം. ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ അങ്ങനെ അല്ലല്ലോ, നീ പൈസ തരണ്ടേ എന്ന് പറഞ്ഞു. 12,000 എന്നുള്ളത് ഇവൻ പേശി ഇവൻ 10 ആക്കി. 12,500 തരണമല്ലോ. എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലാഞ്ഞിട്ട്, അക്കൗണ്ടിലില്ല ഒന്നുമില്ല. പിന്നെ അവനത് 7 ആക്കി. പിന്നെ ഒരു മനുഷ്യൻ സംസാരിക്കണം, ഞാൻ പിന്നെ എൻ്റെ സമയം കളഞ്ഞ 1/2 മണിക്കൂർ സംസാരിച്ച് ഇവൻ ഇത് 5,000 ആക്കി. ഞാൻ ഒരു കാര്യം ചെയ്യും, നീ 5,000 ഇട്. ഇപ്പോൾ 12,500 തരണ്ട. ഇവൻ എന്നോട് ഒരു കാര്യം ചെയ്യ്, ഞാനിപ്പോൾ ഒരു 2,500 അങ്ങ് ഇട്ട് തരാം, ബാക്കി നമുക്ക് പിന്നെ കണക്ക് പറയാമെന്ന് പറഞ്ഞിട്ട് ഇവൻ ഗൂഗിൾ പേ വഴി എനിക്ക് 2,500 ഇട്ട് തരാമെന്ന് പറഞ്ഞ് ഇട്ട് തന്നു. ടിങ് എന്ന് പറഞ്ഞ് മെസ്സേജ് വന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു, ധർമ്മജ ദൈവമുണ്ട്. എന്താടാ? കുത്തിയപ്പോൾ 1 0 കൂടിയായിരുന്നു, 25,000 വന്നേക്കുന്നത്. ഇനി 12,500 ചന്ദനം ചാലിച്ച് തൊട്ടാൽ മതി, ഞാൻ തരൂല്ല എന്ന് പറഞ്ഞു. ദൈവമുണ്ട്.
Moving on to our next part, which is the stand-up comedy competition. ഇന്നത്തെ മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നു. Let's welcome Anish and Taslima. Once upon a time. Once upon a time. Jithin Cheta, this is Anish, Taslima. ഹായ് അനീഷ്, തസ്ലിമ. തസ്ലിമ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ? പരിചയമുണ്ടോ നമ്മൾ തമ്മിൽ? ഇല്ലല്ലേ? ഇതല്ലേ അന്ന് മറ്റേ സിനിമയിൽ എന്റെ സ്ഥിരം നമ്പറാ ചോദിച്ചാൽ നടന്നില്ല. ഒത്തില്ല ഇതിനെ കണ്ടിട്ട് ബാബാ രാംദേവിന്റെ ചെറിയൊരു ഉണ്ട് ഇല്ലാതില്ല. ബാബാ രാംദേവ് അമേരിക്കയിൽ നിന്ന് വന്നത്. ഞാൻ വിസിലടിച്ചോ. നമ്മൾ പ്രശസ്തരായ വ്യക്തികളുടെ വാക്കുകൾ അല്ലെങ്കിൽ പ്രവർത്തികൾ ഫോളോ ചെയ്യാറുണ്ട്. അങ്ങനെ ഫോളോ ചെയ്ത് കിട്ടിയ ഒരു അടയാളമാണ് എൻ്റെ ഈ കണ്ണിൻ്റെ ഇവിടെ കാണുന്നത്. കുറച്ചു കാലം മുമ്പ്, കുറച്ചടുത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ശീതളപാനീയത്തിൻ്റെ ബോട്ടിൽ മാറ്റി വെള്ളത്തിൻ്റെ ബോട്ടിൽ വെച്ചു. കുറച്ച് പേർ വിമർശിച്ചെങ്കിൽ ഒരുപാട് പേര് അതിനെ സപ്പോർട്ട് ചെയ്തു. ഞാനും സപ്പോർട്ട് ചെയ്തു. കൂട്ടുകാരുടെ ഇടയിൽ പാർട്ടി നടക്കുമ്പോൾ ബോട്ടിൽ മാറ്റി പകരം വെള്ളം വെച്ചു. മറ്റൊരു കാര്യം ഞാൻ ഇനി പറയാൻ പോകുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ ആദ്യ രാത്രിയാണ്. ആദ്യ രാത്രി വേറെ കഥ. അവനും വൈഫായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, നമ്മൾ കല്യാണം കഴിച്ചാണ്, നല്ല ആദ്യത്തെ ദിവസമാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ ഡെയിലി ഒരു പെഗടിക്കും, ഒറ്റയടിക്ക് കഴിക്കും, എന്നിട്ട് ഉറങ്ങും, അതാണ് എൻ്റെ ശീലം, എനിക്ക് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു, അയ്യോ ഒരു കുടിയനാണ് ഞാൻ കല്യാണം കഴിച്ച് എന്നുള്ള രീതി. ഇല്ല, അങ്ങനെയൊന്നുമില്ല, ഞാൻ ചെറുതായിട്ട് ഒന്ന് അടിക്കും, അപ്പോൾ തന്നെ കിടക്കും. പുള്ളി പറഞ്ഞു, ഓക്കെ. കുപ്പി ഞാൻ എടുക്കും, ക്ലാസ്സിൽ ഞാൻ ഒഴിച്ച് തരും, ബോട്ടിൽ ഞാൻ ലോക്ക് ചെയ്ത് വെക്കുന്നു പറഞ്ഞു. പുള്ളിക്കാർ ഒരു ചായ കുടിക്കുന്ന ഗ്ലാസ് നിറയെ എടുത്തു കൊടുത്തു കുടിക്കാൻ വേണ്ടി. പുള്ളിക്കാരനാണെങ്കിൽ ഇത് കുടിക്കാനും പറ്റില്ല, എന്ത് ചെയ്യാനും അറിയില്ലോ, പറഞ്ഞും പോയില്ലേ. അങ്ങനെ ഒറ്റയടിക്കാൻ നമുക്ക് ഉറങ്ങുകയുണ്ടായത്. പിറ്റേ ദിവസം പിന്നെ അതിരാത്രിയുടെ കഥ പറയണ്ടല്ലോ. പിറ്റേന്ന് പുള്ളി ഒരു ചായ കുടിക്കാമെന്ന് ഒരു ചായക്കടയിൽ കയറി. ഈ ടെൻഷനാണ്, ഇന്നലത്തെ ചീറ്റിപ്പോയത് ടെൻഷനാണ്. ചായക്കാരക്കാരൻ ഒരു ചായ പറഞ്ഞു. കുറേ നേരം കഴിഞ്ഞിട്ട് ചായ ഇല്ല. ഇപ്പോൾ പുള്ളി വിളിച്ചു, ഒന്ന് ചേട്ടൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. പറഞ്ഞു, നിങ്ങൾക്ക് ഡ്രാമ വേണോ അതോ ഗാനമേള വേണോ എന്ന് ചോദിച്ചു. ചായക്കടക്കാരൻ ചോദിച്ചു, എന്ത് പറ്റി? ഇല്ല, ഒരു വർഷമായി ഞാൻ ചായ പറഞ്ഞിട്ട് അതിൻ്റെ സെലിബ്രേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവൻ അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പോകണ്ടായിരുന്നു. പോയി എത്തിയപ്പോൾ അവൻ്റെ കവിൾ വീർത്തിരിക്കുന്നു. നമ്മൾ ചോദിച്ചു, എന്ത് പറ്റിയടാ? ട്രെയിനിൻ്റെ കാറ്റടിച്ച് വീർത്താൻ. ഗ്ലാസ് താഴ്ത്തിയാൽ പോരെ, ഗ്ലാസ് ഉണ്ടായിരുന്നില്ല. റിസർവേഷൻ അല്ലേ, തൊട്ടടുത്ത ആളോട് ചോദിച്ചാൽ പോരെ, ആരും സീറ്റ് വരുന്നില്ലേ? അതാ പ്രശ്നം, തൊട്ടടുത്ത് ആരും ഉണ്ടായിരുന്നില്ല ചോദിക്കാൻ. താങ്ക് യു. Okay, കഴിഞ്ഞു. Alright. ഇനി തസ്ലിമ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഓണക്കാലമൊക്കെ ആണല്ലോ. അപ്പം ഓണമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും രസകരമായ ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലൊരു ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചി എന്ന് പറയുമ്പോൾ പുള്ളിക്കാരിക്ക് വലിയൊരു ഒന്നിനെക്കുറിച്ചും വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു പ്രഭാകരൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഈ ചേച്ചി ജോലി ചെയ്ത് വരിക. അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണമ്മ ശൈലയിൽ പോയിട്ട് കണ്ണമാശി ചോദിച്ചു, അതെ ഇത്തവണ ഓണം എപ്പോഴാണ് വരുന്നതെന്ന് അറിയുമോ ചേച്ചിക്ക്? അപ്പം പുള്ളിക്കാരി ഇങ്ങനെ ചൂലൊക്കെ താത്തി വെച്ചിട്ട് പറഞ്ഞു, അത് അത്തം ചിത്തിര ചോതി വ്യാഴം വെള്ളി ശനി ഞായർ, ഇത്തവണ ഓണം ഇല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഈ ഓണാഘോഷക്കാലത്തെ നമ്മുടെ ഈ ക്ലബ്ബ് പരിപാടികളൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പം ഈ ക്ലബ്ബ് പരിപാടിയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ചേട്ടൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക, ഗാനമേളയാണ്. അപ്പം നന്നായിട്ട് പാടുന്നുണ്ട്. പെട്ടെന്ന് ഒരാൾ ഓടി വന്നൊരു നോട്ടുമാലയൊക്കെ ഇട്ടിട്ട് പോയി. നോട്ടുമാല ഇട്ട് ഭയങ്കര കരഘോഷം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ നോട്ടുമാല ഇട്ട ആളുടെ കാലിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഇവിടെ പാട്ടിൻ്റെ താളം തെറ്റി. അതുവരെ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്നതാണ്. ഇയാളങ്ങ് ഓടി. അപ്പോഴത്തേക്ക് ഇയാൾ മൈക്കൊക്കെ എറിഞ്ഞിട്ട് പിടിയടാ അവനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇയാൾക്ക് നോട്ടുമാല ഇട്ട് തന്നില്ല, പിന്നെ എന്തിനാ അയാളെ പിടിക്കുന്നത്? ഞാൻ അവനെ 2 നോട്ടുമാലയുടെ പൈസയാണ് കൊടുത്തത്, എന്നിട്ട് അവൻ എനിക്ക് 1 ഇട്ടോളുന്നു, ബാക്കി പൈസ കൊണ്ട് പോവാണ്. അതുപോലെ നമ്മൾ ചെറിയ പ്രായത്തിൽ ഇതുപോലെ ക്ലബ്ബ് പരിപാടിയിൽ ചെറിയ പ്രായത്തിൽ നമ്മൾ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കും. ഞാനൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെ ഡാൻസിന് പങ്കെടുക്കുക. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് വെറൈറ്റി വേണം. അപ്പോൾ കൂലം കർഷകമായിട്ട് ഞങ്ങൾ രാവും പകലും ചിന്തിച്ചൊരു പാട്ട് കണ്ടുപിടിച്ചു. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് പോലും ഈ പാട്ട് അറിയത്തില്ല. ഇത് ആരും അങ്ങനെ കളിക്കാറുമില്ല ഓണത്തിന് പ്രത്യേകിച്ച്. ശശികല ചാർത്തിയ ദീപ വലുത്. അപ്പം ഓക്കെ ഞങ്ങളെടുത്തു ഞങ്ങൾ കളിക്കാൻ അവിടെ സെറ്റായി പോയി നിന്നു. ഞങ്ങൾ പേര് കൊടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ ഉൾപ്പെടെ 33 ശശികലയുണ്ട് അവിടെ വേറെ. അപ്പോൾ അത്തവണ ഡാൻസിന് ഫസ്റ്റ് എന്ന് പറയുന്നതിന് പകരം ഇത്തവണ ഏറ്റവും നന്നായി ശശികല ചാർത്തിയ ടീമിനുള്ള എന്നും പറഞ്ഞിട്ട് അവർ അനൗൺസ് ചെയ്യുന്നു. അനീഷ്, നമ്മളൊരു കൂട്ടുകാരൻ, അകന്ന കൂട്ടുകാരൻ കേട്ടോ, അടുത്ത കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ആരാ ചത്തു എന്ന്. അകന്ന കൂട്ടുകാരൻ മരിക്കാൻ കിടക്കുകയാണ്.
അപ്പോൾ അവൻ്റെ ഭാര്യ അടുത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഭയങ്കര സങ്കടമായിട്ട് കെട്ടിയോനെ നിങ്ങൾ പോവുകയാണല്ലോ മരിക്കുകയാണല്ലോ ഇനി എനിക്ക് ആരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. പുള്ളി അപ്പോൾ മരണക്കിടയ്ക്കെന്ന് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്കായി പോകും, അതുകൊണ്ട് നീ എൻ്റെ കൂട്ടുകാരൻ കുട്ടാപ്പിയെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഒരു ഞെട്ടൽ, കുട്ടാപ്പി ആ വൃത്തികെട്ടവനാ. പുള്ളിക്കാരി കല്യാണം കഴിക്കേണ്ട ടെൻഷനായിപ്പോയി. അവനല്ലോ നിങ്ങൾ അടുത്ത കൂട്ടുകാരൻ സുഭാഷല്ലേ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, സുഭാഷല്ല, നീ കുട്ടാപ്പിയെ കല്യാണം കഴിക്കണം. ജീവിച്ചിരിക്കുമ്പോഴേ അവനൊരു അഭയപ്പെടുത്താനെ കൊണ്ട് പറ്റിയിട്ടില്ല, മരിക്കുമ്പോഴേക്കും ഞാൻ ചെയ്തു വിട്ടടി. അങ്ങനെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കുട്ടാപ്പി നന്നായിട്ട് വെള്ളമടിക്കും. അപ്പോൾ ഡെയിലി വെള്ളമടിക്കും. കൂട്ടുകാരെയൊക്കെ വന്ന് ഓരോ പാക്കറ്റ് കഴിക്കുമ്പോൾ കുട്ടാപ്പിയുടെ അമ്മച്ചി വിളിച്ചു പറയും, കുട്ടാപ്പി അപ്പനോട് കുറച്ച് കൊടുക്കടാ മോനെ എന്ന് പറയും. അപ്പം മരിച്ചു കിട്ടുക. അപ്പോൾ കുട്ടാപ്പി ഒരു കപ്പിലെടുത്ത് അപ്പൻ്റെ ഫോട്ടോയൊക്കെ കൊണ്ടുവയ്ക്കും. ഇച്ചിരി കഴിയുമ്പോൾ അമ്മച്ചി അതെടുത്ത് അടിക്കും. അത് കുട്ടാപ്പിക്കും അറിയാം, സ്ഥിരമുള്ള പരിപാടിയാണ്. അങ്ങനെ ഒരു ദിവസം ഇനി സ്ഥിരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കുട്ടാപ്പി ഫ്രണ്ട്സുമായിട്ട് വന്നു. ഒരു ഫുള്ളും 4-5 പേരും ഉണ്ട്. വന്ന് കയറുമ്പോൾ തന്നെ കുട്ടാപ്പി പറഞ്ഞു, അമ്മച്ചി ഇന്ന് അപ്പനില്ലതില്ലാട്ടാ, ഞങ്ങൾ 5 പേരാന്ന്. അല്ല, അമ്മച്ചി പറഞ്ഞു, ചെറുതായിട്ട് തൊട്ട് കൊടുത്താലും മതിയാടാ അവന് അപ്പനെന്ന്, പാവമല്ലേ 3 വെക്കണം എന്ന് സംഭവമുണ്ടായി. കുട്ടാപ്പി ഒരു പ്രാവശ്യം വീട് വെക്കാൻ പോയേക്കാം. കുട്ടാപ്പി വീട് വെക്കാനുള്ള പ്ലാനൊക്കെ റെഡിയായി, എല്ലാം സെറ്റപ്പൊക്കെ ആയി. പോകാൻ നേരത്ത് ടെൻഷനാണ്. ഇപ്പോൾ ലക്ഷത്തിൻ്റെ മുതൽ മുടക്കുള്ള പരിപാടിയിൽ കുട്ടാപ്പി 2 അടിച്ചൊക്കെ പോയി. എഞ്ചിനീയറെ കണ്ട് സ്ഥലമൊക്കെ കാണിച്ചു. എഞ്ചിനീയർ പറഞ്ഞു 20 ലക്ഷം രൂപ ബഡ്ജറ്റ്. കുട്ടാപ്പി പറഞ്ഞു, എനിക്ക് മേളിലേക്ക് സ്റ്റെയർ കേസ് വേണം. പുള്ളി പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് മേളിൽ കൂടെ കെട്ടാൻ പാടില്ലേ, മേളിൽ കൂടെ കെട്ടാലോ. അല്ല, അതിനുള്ള ബഡ്ജറ്റ് എൻ്റെ കയ്യിലില്ല. എഞ്ചിനീയർ പ്ലാനൊക്കെ നോക്കി കിട്ടുന്നത് താഴെ കെട്ടുന്നതിൻ്റെ പകുതി വെള്ളം മതി മേളിലേക്ക്. കുട്ടാപ്പി അപ്പോൾ തന്നെ വൈഫിനെ വിളിച്ചു സംസാരിച്ചു. പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യും, ആ മേളിൽ കിട്ടുന്ന സാധനം താഴെ കെട്ടിയാൽ മതി, അത്രയും ബഡ്ജറ്റ് ലാഭമാണല്ലോ. താങ്ക് യു. വി ഹാവ് ടൈം ലെഫ്റ്റ്. പക്ഷേ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അടുത്ത ആളിലേക്ക് പോകുന്നു തസ്ലീമ. അപ്പോൾ ഓണക്കാലമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഓണക്കാലത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ട്. അതായത് ഈ ഓണത്തിൻ്റെ നെക്സ്റ്റ് വാരം വരുന്ന ഈ മദ്യം എത്ര ഏത് ജില്ലക്കാരാണ് അല്ലെങ്കിൽ ഏത് സ്ഥലക്കാരാണ് ഏറ്റവും കുടിച്ചതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കാറുണ്ട്. അതിൽ മിക്കവാറും ഈ കരുനാഗപ്പള്ളി അല്ലെങ്കിൽ ചാലക്കുടിയൊക്കെ ആയിരിക്കും ഫസ്റ്റ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 2020 മാച്ച് അല്ലെങ്കിൽ ഈ ക്രിക്കറ്റൊക്കെ കാണുന്ന ഒരു വ്യഗ്രതയാണ് ഇത്, ആരാണ് ഏറ്റവും കൂടുതൽ കള്ളു കുടിച്ച് മാറ്റിയത് അല്ലെങ്കിൽ എവിടെ വിറ്റ് എന്നൊക്കെ മാറ്റിയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലൊരു പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരൻ്റെ പേര് കേശവമാനാണ്. ഈ കേശവമാനല്ല, നമ്മുടെ നാട്ടിലൊരു കേശവമാനുണ്ട്. അപ്പോൾ ഈ നല്ല പുള്ളിക്കാരൻ എപ്പോഴും വെള്ളമാണ്. അപ്പം പുള്ളിക്കാരന് തിരുവോണമൊന്നുമില്ല. കാരണം പുള്ളിക്കാരൻ ഈ ഉത്രാടത്തിന് അടിച്ചിട്ട് കിടന്നാൽ തിരുവോണത്തിന് ഓഫാണ്, പിന്നെ അവിട്ടത്തിനെ പുള്ളി കൊണ്ടിരുത്തോളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഈ പുള്ളിക്കാരൻ ഇങ്ങനെ വെള്ളമൊക്കെ അടിച്ചിട്ട് നാട്ടിൽ കലങ്ങിൻ്റെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പോലീസ് ജീപ്പ് അതുവഴി പോയി. പോലീസുകാരൻ ഇറങ്ങി ചോദിച്ചു, ഇതാടാ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഈ പുള്ളി പറഞ്ഞു, സാറെന്താ ഇവിടെ? പോലീസ് പിടിച്ചടിച്ചു. അപ്പോൾ പോലീസ് അടിച്ചിട്ട് ഈ പുള്ളി നാട്ടിലിറങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു, എടാ ഇയാളെ പോലീസ് പിടിച്ചെന്നൊക്കെ അറിഞ്ഞു, പോലീസ് അടിച്ചെന്നൊക്കെ അറിഞ്ഞല്ലോ. അപ്പോൾ ഈ പുള്ളി അറിയാം, എന്നെ പോലീസൊന്നും അടിച്ചില്ല, എന്നെ SI അടിച്ചെന്ന്. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു പറമ്പിൽ കൂടെ പോവുക. അപ്പം കുഞ്ഞെന്ന് പറഞ്ഞ ഒരാളുണ്ട് നമ്മുടെ നാട്ടിൽ, കുഞ്ഞെന്ന് വിളിക്കും. ഈ കുഞ്ഞ് പിടിച്ചടിച്ചു ഈ പുള്ളിയെ. നമ്മുടെ വീട്ടിൽ വന്ന് ചോദിച്ചത് കുഞ്ഞടിച്ചെന്ന് അറിഞ്ഞല്ലോ, എന്തോ. അപ്പം ഈ പുള്ളി പറയാം, കുഞ്ഞടിച്ച്, പക്ഷെ അവൻ തിരിച്ചു പോയത് മനോവിഷമത്തോടാ. എന്തോ ഈ കുഞ്ഞടിച്ച് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നിൽക്കുമോ, ഞാൻ പിന്നെ അവന് മുഖം കൊടുത്തില്ല. ഞാൻ തിരിഞ്ഞു നിന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ നിൻ്റെ പറമ്പിക്കുള്ളാണോ പോയേ? അപ്പോൾ അവൻ പറഞ്ഞ അല്ല. ഞാൻ നിൻ്റെ വല്ലതും കട്ടോ? അപ്പോൾ അവൻ പറഞ്ഞില്ല. നീ എന്തിനാ പിന്നെ എന്നെ അടിച്ചേ? അവന് ഉത്തരം മുട്ടി. ഏതാ അവനെ ഉത്തരം മുട്ടിച്ചാ ഞാൻ വിട്ടത്. അപ്പോൾ ഇത്രയൊക്കെ നാണം കേട്ടോണ്ട് ഈ പുള്ളി വെള്ളോടിയും കള്ളുകൂടിയൊക്കെ നിർത്താൻ തീരുമാനിച്ചു, മാന്യനായി. അപ്പോഴാണ് അവിടെ ഒരു ബ്യൂറേജ് വരുന്നത്. നമ്മുടെ ചേച്ചിമാരൊക്കെ പതിവ് പോലെ തന്നെ വലിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കി, ബ്യൂറേജ് പാടില്ല, നമ്മുടെ കുടുംബമൊക്കെ തകർക്കുന്നതാണ്. അത് ഉദ്ഘാടനം ചെയ്യാൻ റീസെൻ്റായിട്ട് വെള്ളോടി നിർത്തിയ ഈ പുള്ളിക്കാരനെ വിളിച്ചു, നമ്മുടെ കേശവമാൻ വിളിച്ചു. കേശവമാൻ വരുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്യൂറേജ് ഓപ്പൺ ആയ അവിടെ ഒരു തട്ട് വന്നു, കേശവമാൻസ് ടച്ചിങ്സ് പുള്ളിയുടെ. ഇനി നമുക്ക് കമന്റ്സ് കേൾക്കാം. ശശികല ചാർത്തിയ അല്ലേ? ശശികല ചാർത്തിയ പിന്നെ മറ്റേ സാധനം തെച്ചിപ്പൂവേ. ഓണത്തിന് പെൻഷൻ കിട്ടുന്ന പാട്ട് പാർവണേന്ദു മുഖിക്ക് എല്ലാ പെൻഷനും കിട്ടുമ്പോഴാണ് 6-ാം നമ്പരല്ല സന്തതം എന്ന് പറഞ്ഞൊരു പാട്ട് വന്നത്. അന്നാണ് പാർവണേന്ദു മുഖി ഓണത്തിന് ഒരു ചെറിയ റെസ്റ്റ് എടുത്തത്. മറ്റേ പായസം വെക്കലല്ലേ ഓണത്തിന് TV-യിൽ ഫ്രഷ് ആയിട്ട് പൂവിളി പൂവിളി പൊന്നോണമായി അതുണ്ടാവും, ഓണപ്പൂവേ ഉണ്ടാവും, ത്രാടപ്പൂ നിലാവേ, ഇങ്ങനെ കുറച്ച് പാട്ടുകൾ സ്ഥിരമായിട്ട് ഇപ്പൊ നമുക്ക് പുതിയ ഓണപ്പാട്ടുകൾ മിസ് ചെയ്യുന്നുണ്ട് കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? അതെ, എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. രണ്ടുപേരും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ചെയ്തു. ഇയാൾ പ്രത്യേകിച്ച് എല്ലാം നന്നായി. സന്തോഷം.
ഇങ്ങനെ മിതമായി മെല്ലെ സമാധാനത്തിൽ പറഞ്ഞത്, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കോമഡി പറഞ്ഞപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു, ഏതാടാ ഇത് വല്ല പണിക്കും പൊക്കൂടെ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായ കുറേ കമൻ്റ് ഉണ്ട്. ഇടയ്ക്ക് രമേശ് ചേട്ടനെ പറ്റി ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് സമാധാനം. എന്താ എഴുതിയേ? ഇല്ല, ഞാൻ പറയുന്നില്ല അല്ല, കമൻറ്റ്. മെയിൻ മേസ്ത്രി പണിക്ക് പോകുന്നില്ല, പിന്നെ നീയാണോ? അതായിരിക്കും. അതല്ല, അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വിമർശിക്കുക എന്ന് പറയുന്നത് ചെയ്യാവുന്ന അവർക്ക് അധികാരമുള്ള ഒരു കാരണമാണ്. അത് ബാഹുബലിയുടെ താഴത്തെ കമൻറ്റ് വായിച്ചാലും ശരി, ചെറിയൊരു ഷോർട്ട് ഫിലിമിൻ്റെ താഴത്തെ കമൻറ്റ് വായിച്ചാലും ശരി, വിമർശനം ഉണ്ടാകും. രണ്ട് രീതിയിലുള്ള വിമർശനങ്ങളാണ്. നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്ന വിമർശനത്തെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നന്നാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നവനെ സ്വീകരിച്ചു. അതാണ് വിമർശനം, അതാണ് പോസിറ്റിവിറ്റി. നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഒന്ന് നിർത്തടാവേ, എന്തിന് വേറെ പണിക്ക്, എന്തിന് ഞാൻ വേറെ പണി, എനിക്ക് ഈ പണിയാണ് ചെയ്യാൻ ഇഷ്ടം. ഇനി ഞാൻ വേറെ പണിക്ക് പോയി എന്ന് വിചാരിക്കുക, ഞാൻ സിമെൻറ്റും മണലും കുഴയ്ക്കുന്ന പണിയാണ് പോയത്, എനിക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ പണിക്കും എന്നെ കൊണ്ട് കൊള്ളൂല. വേറെ പണി എളുപ്പമാണെന്ന് വിചാരിക്കരുത്, എല്ലാ പണിക്കും നല്ല പാടുള്ള പരിപാടി തന്നെ. അപ്പം വിമർശനത്തിലേക്ക് എത്തുമ്പോൾ പലരും ഈ നിർത്തിക്കൂടെ, കളഞ്ഞിട്ട് പോടെ, ഒന്ന് മതിയാക്കിക്കൂടെ, എന്തിന്, നമ്മൾ ഇത്രയും നാൾ ഈ പണിയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ നന്നാക്കിക്കൂടെ, നിങ്ങൾ വിചാരിച്ചാൽ ഇനിയും നന്നാക്കാം, നിങ്ങൾ ശ്രമിക്കൂ, കൂടുതൽ നന്നാക്കാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതും നല്ല വിമർശനമാണ്. ഒരിക്കലും മറ്റൊരാൾ ചെയ്യുന്ന ജോലി അകാരണമായി നിർത്തൂ എന്ന് പറയരുത് എന്നുള്ളതാണ് വിമർശനവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്തരം കമൻറ്റുകൾ വായിച്ച് അനീഷ് ഒരിക്കലും തളരരുത്. അനീഷിൻ്റെ പോസ്റ്റുകളുടെ താഴെ കൊട്ടപ്പടി ഓൾ ദ ബെസ്റ്റും ഗുഡെന്നും നല്ലതെന്നും വരുന്ന കമൻറ്റുകൾ വരുന്നൊരു കാലം അത് വിദൂരമല്ല. നിങ്ങൾ കുറെ നേരത്തിലൂടെ ഈ പണിനെ കുറിച്ച് പറയുന്നു. പലതരത്തിലുള്ള പണികൾ ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. പറഞ്ഞില്ലേ, ഞാനിവിടെ ഒരാൾ പണിയില്ലാണ്ടിരിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ചിന്തേണ്ട? പണിയില്ലാതിരിക്കുന്നതിനെ കുറിച്ച് ആദ്യം ചിന്തിക്കേണ്ടത് അമ്മാവനാണ്, ഞങ്ങളാണോ ചിന്തിക്കുന്നത്? ഒരു പണി എടുക്കാതെ ഇവിടെ വന്നിരുന്നാൽ എങ്ങനെ ശരിയാവും? എന്ത് പണിയാണ് അമ്മാവൻ എടുത്തത്? ഞാൻ ഇവിടെ എത്ര പാട്ട് ഞാൻ എഴുതി, 2 പാട്ട് ഇവിടെ എഴുതി വെച്ചേക്കല്ലേ. അമ്മാവ, ഈ പാട്ടൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? അയ്യോ, നിർത്തിക്കൂടെ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. നന്നാക്കിക്കൂടെ എന്ന് ചോദിക്കണം, അതാണ് പോസിറ്റീവ്. അതാണ്. ഞാനിവിടെ 2 പാട്ട്, മനോഹരമായ പാട്ട് ഇവിടെ ചിട്ടപ്പെടുത്തിയേക്കാണ്. എന്തിനെ കുറിച്ചുള്ള പാട്ടാണ്? അതായത് ഒരു മേസ്ത്രിയും അവരെ സഹായിക്കുന്ന ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഒരു പ്രണയ കഥയാണ് ഞാൻ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. നമ്മളുടെ ഈ പണികളെ കുറിച്ചുള്ളൊരു പാട്ട് തന്നെയാണ്, പ്രണയ കഥയാണ് ഞാൻ പാടാം. കുനുകുനെ മണലരിച്ചു തരൂ, അരിപ്പ ഞാൻ എടുത്തു തരാ, തന്നെത്താനെ അങ്ങ് അരിച്ചാൽ മതി, സുഖമില്ല വിരലുകൾക്ക്, അരികിൽ വരൂ നീ, കൈകൾ തരൂ നീ, വിരലുകൾ തഴുകി തരാ, വിരലും വിരലും തഴുകും നേരം ആശാൻ കയറി വരും, കൂടൊരു സാറ് വരും, പിന്നെ സൈറ്റിൽ നിന്ന് പറഞ്ഞു വിടും, കൂടൊരു സാറ് വരും, പിന്നെ സൈറ്റിൽ നിന്ന് പറഞ്ഞു വിടും. ഞാൻ പറഞ്ഞു രമേശ് ചേട്ടാ, ഇതാണ് എനിക്ക് കേശവമാമയുടെ ഇഷ്ടം. പുള്ളിയുടെ എല്ലാ പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ ഇവിടെ ഇരിക്കുന്നേ. അത് ശരിയാണ്. എന്നാൽ ഒരെണ്ണം കൂടി എനിക്ക് വേണ്ടി പാടോ? ഞാൻ മോനോട് പാടും. എന്റെ മോന് കുറെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്റെ മോനോട് വന്നിട്ട്. ഞാൻ ഇവിടെ നെക്സ്റ്റ് ഞാൻ പാടാൻ പോകുന്ന പാട്ട് ഒരു കൊട്ടേഷൻ പണി ചെയ്യുന്ന ഒരു പണിക്കാരന്റെ പാട്ടാണ്. ഒരു പയ്യൻ. ഓക്കെ. തല്ലല്ലേ കൊല്ലല്ലേ ചെല്ലപ്പൻ ചേട്ടാന്ന് ചൊല്ലിട്ടും തല്ലുന്ന ചെല്ലപ്പൻ, നാട്ടിലെ ചട്ടമ്പി പട്ടം ലഭിച്ചോനാ, കോടതി കയറുവാൻ നാണമില്ലാത്തോനാ, കൂതറ ഫാമിലിയിൽ കച്ചറയാ ജനിച്ചു, പിച്ച വെക്കാൻ തുടങ്ങി അവൻ പച്ചത്തെറി വിളിച്ചു, കൊച്ചിയിലെ കൊച്ചച്ഛനെ കൊഞ്ഞനം കുത്തിക്കാട്ടി, സെറ്റപ്പ് മോശമായി കൊച്ചച്ഛൻ ഓടി മാറി, കാലെടുത്തു സ്റ്റെപ്പ് വെച്ചു, വീട്ടിലെ അച്ഛനെ നോട്ടമിട്ടു, ജന്മം കൊടുത്തു വളർത്തിയ തന്തയെ കൂമ്പിനിടിച്ചു നടു തളർത്തേ. അസല് കുടുംബം. താങ്ക് യു മോനെ, താങ്ക് യു. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടുപേരെയും ഹാപ്പി ആക്കാനുള്ള പരിപാടിയാണ്. ഇത് ഇവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ രമേശ് ചേട്ടൻ വിളിക്കുന്നു. പ്ലീസ്. ബിബിൻ ജോർജ് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. തിരക്കഥാകൃത്തായും നടനായും നായകനായും വേദികളിലും ടെലിവിഷനുമെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രതിഭ നമ്മൾ കണ്ടു. ഏതെങ്കിലും ഒരു മനുഷ്യന് മാത്രം ദൈവം 24 മണിക്കൂർ എന്നുള്ളത് കൂട്ടി ഒരു 25 മണിക്കൂർ കൊടുത്തിട്ടില്ല. എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ് ഒരു ദിവസം. ആ തിരക്കുകൾക്കിടയിലും BA കഴിഞ്ഞ് BEd കഴിഞ്ഞ് MA MPhil കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ബിബിൻ കാക്കനാട്. ഈ ജോലി എല്ലാം കഴിയുന്നതിനിടയിൽ എനിക്ക് വളരെ അഭിമാനമാണ് ബിബിൻ്റെ ഓരോ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ. ഈ തിരക്കുകൾക്കെല്ലാം ഇടയിൽ അദ്ദേഹം അത്രയും വിദ്യാഭ്യാസത്തിൻ്റെ ഏരിയയിലും ഒട്ടും കുറവില്ലാതെ മുന്നിലേക്ക് പോയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ
നല്ല ഒരു ഭാവിക്ക് ആത്മാർത്ഥമായ ആശംസകൾ ഈ അവസരത്തിൽ നേരുകയാണ്. എന്തൊക്കെ പോസിറ്റീവ് പറഞ്ഞാലും രമേശ് ചേട്ടാ ബാറ്ററി ഇറങ്ങി പോകുന്ന ആളുകൾ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ചാർജ് ഇറങ്ങി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ വരുമ്പോൾ നമ്മളെപ്പറ്റി ഒരു ബോധ്യം മറ്റുള്ളവർ പറയുമ്പോൾ അല്ലെങ്കിൽ വേറൊരാളുടെ കണ്ണിൽ നമ്മളെ സന്തോഷത്തോടെ കാണുമ്പോൾ നമുക്കും വീണ്ടും വീണ്ടും റീചാർജായി വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും എന്താ പറയുന്ന ഇതുവരെ എന്നെയും വിഷ്ണുവിൻ്റെയും സിനിമകൾ കണ്ട് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകർക്കും ഡയാനയ്ക്കും എല്ലാവർക്കും നമ്മുടെ ഡയറക്ടർ ഹരിച്ചേട്ടനും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പ്രത്യേകിച്ച് കേശവമോഹൻ്റെ പാട്ട് എന്തായാലും വളരെ സന്തോഷം രമേശ് ചേട്ടാ. ബിബിൻ ചേട്ടൻ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും വൺസ് അപ്പോൺ എ ടൈം ഒരു ഹാപ്പിനെസ് റീചാർജ് തന്നെയാണ്. എല്ലാവർക്കും അത് അനുഭവപ്പെടുന്നുണ്ട്. പ്രേക്ഷകർക്കായിക്കൊള്ളട്ടെ നമുക്കായിക്കൊള്ളട്ടെ. ഇറ്റ്സ് ബീൻ എ വണ്ടർഫുൾ എപ്പിസോഡ്. താങ്ക് യു സോ മച്ച് ബിബിൻ ചേട്ടാ വൺസ് അഗൈൻ. താങ്ക് യു.